തീരാ നോവായി മിഥുൻ. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് 13 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ചോദ്യങ്ങൾ ഏറെയാണ്. സംവിധാനത്തിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ് ഇവിടെ രക്ഷപ്പെടാനാകുമോ? സംഭവത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരൊക്കെയാണ്? ദുഃഖം രേഖപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചാൽ എല്ലാം അവസാനിക്കുമോ? ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം മതിയോ ജാഗ്രത? ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം 10 പ്രധാന വാർത്തകൾ. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. വൈദ്യുതാഘാതമേറ്റത് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ. സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. മരിച്ച മിഥുന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്ന് KSEB. പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. കൊല്ലം ജില്ലയിൽ നാളെ ABVP KSU വിദ്യാഭ്യാസ ബന്ദ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുത വകുപ്പിനും സ്കൂളിനും വീഴ്ചയെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. കർശന നടപടിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. സ്കൂളുകളിൽ സുരക്ഷ ഒരുക്കാത്ത സർക്കാർ എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ്. സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് MV ഗോവിന്ദൻ. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി മന്ത്രി K രാജൻ. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടന്നുവെന്ന് സംശയമുണ്ടെന്ന് മൊഴി. പ്രശ്നങ്ങളുണ്ടെന്ന് ADGPയെ അറിയിച്ചിരുന്നു. രാത്രി വിളിച്ചപ്പോൾ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 4 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡ് മേൽപ്പറമ്പിൽ പാറ വീണ് വീട് തകർന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ സ്കൂളുകൾക്ക് നാളെ അവധി. തൃശൂർ പുള്ളിൽ ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിക്കേണ്ട കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും നായ്ക്കളുടെയും താവളം. കോടികൾ ചെലവഴിച്ച ആശ്വാസ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ. ടോപ് 10 സ്പെഷ്യൽ. നിമിഷപ്രിയയുടെ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് അറിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. മോചനത്തിനായി കേന്ദ്രത്തിന്റെ ശ്രമം തുടരുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററുകളിലെത്തി. വിവാദമുയർത്തി സിനിമയുടെ ആശയത്തെ വഴിതിരിച്ചു വിടരുതെന്ന് സുരേഷ് ഗോപി. പണം തട്ടിയെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ കേസ്. വസ്തുതകൾ വളച്ചൊടിച്ചെന്ന് നിവിൻ പോളി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ സഖ്യം പുറത്ത്. സാത്വിക് ചിരാഗ് സഖ്യം പരാജയപ്പെട്ടത് ചൈനീസ് താരങ്ങളോട്. പക്ഷിപ്പനി പ്രതിരോധത്തിന് നടപടിയില്ല. പ്രതിരോധ വാക്സിൻ അനുവദിക്കണമെന്ന ആവശ്യം നടപ്പായില്ല. കഴിഞ്ഞ വർഷം കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാര തുകയും ലഭിച്ചില്ല. സ്റ്റോറി ഓഫ് ദി ഡേ. ഇന്നലകളിലെ മലബാറിനെ എന്നും അറിയാൻ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ മുറ്റത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. രാവിലെ 9:15 അപകടം. മിഥുനും സഹപാഠികളും സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ മിഥുന്റെ ചെരുപ്പ് സമീപത്തെ ഷെഡിന് മുകളിലേക്ക് വീണു. അതെടുക്കാൻ കയറവെയാണ് ഷീറ്റിലേക്ക് താഴ്ന്നു കിടന്ന വൈദ്യുതി കമ്പിയിൽ തട്ടിയത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഴയ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലായിരുന്നു അപകടം. സ്കൂൾ കോമ്പൗണ്ടിന്റെ ഒത്ത നടുവിലൂടെയാണ് തൊട്ടടുത്ത പ്രദേശത്തേക്ക് KSEBയുടെ ഇലക്ട്രിക് ലൈൻ കടന്നുപോയത്. ഇതായിരുന്നു മിഥുന്റെ ജീവനെടുത്തത്. സംഭവമറിഞ്ഞ വിദ്യാർത്ഥി സംഘടനകളും നാട്ടുകാരും പ്രതിഷേധവുമായി സ്കൂൾ മുറ്റത്തേക്ക് ഇരച്ചെത്തി. വൈദ്യുതി കമ്പി താഴ്ന്നുകിടക്കുന്ന വിവരം KSEBയെ അറിയിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞൊഴിഞ്ഞു. എന്നാൽ KSEB ആകട്ടെ സംഭവത്തിൽ ഇലക്ട്രിക് ലൈൻ കേബിൾ ചെയ്യുന്നതിന് സ്കൂൾ അധികൃതർ
അനുമതി നൽകിയിരുന്നില്ല എന്ന മറുപടിയുമായി അവരുടെ ഭാഗവും ന്യായീകരിക്കുന്നു. ശാസ്താംകോട്ട വലിയപാടം മനുഭവനിൽ മനുവിൻ്റെ മകനാണ് 13-കാരനായ മിഥുൻ. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ നാട്ടിലെത്തിയ ശേഷമാകും സംസ്കാരം. അമൃത ന്യൂസ്, കൊല്ലം. ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കുടുംബം. ആ കുടുംബത്തിലെ 2 ആൺമക്കളിൽ മൂത്തയാളായിരുന്നു മിഥുൻ. ഒരു നാടൊന്നടങ്കം ആ കുഞ്ഞിന്റെ വേർപാടിൽ വേദനിക്കുകയാണ്. ചോർന്നൊലിക്കുന്ന ഒരു വീട്. ഓടുപാകിയ വീട്ടിൽ ഓടുകൾ പൊട്ടിയതിനാൽ ടാർപ്പാളിൻ ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട്. ഈ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയായിരുന്നു മിഥുൻ വളർന്നത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ, വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം വിദേശത്തേക്ക് വീട്ടുജോലിക്ക് പോയ അമ്മ. പഠിക്കാൻ മിടുക്കനായിരുന്നു മിഥുൻ. 7ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പുതിയ സ്കൂളിലേക്കെത്തി. പുതിയ സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യയന വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുന്നതേയുള്ളൂ. മിഥുൻ്റെ അപകടമരണം നാട്ടുകാരിലും ഒരു നൊമ്പരമായി മാറി. ഒരു നിവൃത്തിയുമില്ലാത്ത കുടുംബമാണ്. കാരണം അമ്മ വിദേശത്ത് പോയി അവിടെ നിന്ന് അടുക്കള ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം അച്ഛന് കൂലിപ്പണിയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ കാരണം പലർക്കും ജോലിയില്ല. അത്രയും ബുദ്ധിമുട്ട്. പിന്നെ അമ്മാമ്മയടക്കമുള്ളവരുടെ ചെറിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. വീട് തന്നെ നമുക്ക് കണ്ടാലറിയും. യാതൊരുവിധ എന്ന് വെച്ചാൽ ഒന്ന് വൃത്തിയാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, തറയിട്ടിട്ടില്ല, വീട് മൊത്തം പൊട്ടിയൊലിച്ചിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ആ കുഞ്ഞ് ജീവിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിഥുൻ്റെ അച്ഛനും ബന്ധുക്കളും വിവരം വിദേശത്തുള്ള അമ്മയെ ഫോണിലൂടെ അറിയിച്ചു. ആശ്വാസവാക്കുകളുമായി സഹപാഠികളും ബന്ധുക്കളും പൊതുപ്രവർത്തകരും വീട്ടിലേക്കെത്തി. അലമുറയിട്ടു കരയുന്ന ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനാകാതെ നാട്ടുകാർ. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ച. പണിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോരുന്നേ. എനിക്ക് അത്ര അറിയത്തുള്ളൂ. അമൃത ന്യൂസ്, കൊല്ലം. വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും വൈദ്യുത വകുപ്പിനും വീഴ്ച സംഭവിച്ചതായി മന്ത്രിമാർ. അതേസമയം അപകട കാരണം വിശദമായി പരിശോധിക്കുമെന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുത വകുപ്പിനും സ്കൂൾ അധികൃതർക്കും വീഴ്ച സംഭവിച്ചതായാണ് വകുപ്പ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനും പ്രിൻസിപ്പാളിനുമെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊട്ടിത്തെറിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനയും മന്ത്രി നൽകി. ഹൈസ്കൂൾ HM-നും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? കേരളത്തിലെ 14,000 സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു സ്കൂളിൻ്റെ അധിപനായിട്ടിരിക്കുന്ന പിന്നെ ആൾ ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചെങ്കിലും നോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. അനാസ്ഥ കൊണ്ടോ ഇല്ല എന്നുള്ളവർ അറിയില്ല. അതിന് നമുക്ക് പരിശോധിക്കുമ്പോഴേ അറിയാമല്ലോ. റിപ്പോർട്ട് കിട്ടിട്ടെ നോക്കാം. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല പിന്നെ അനാസ്ഥ കാട്ടിയവർക്കെതിരായിട്ട്. അപകടത്തിൽ വൈദ്യുത വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറഞ്ഞു. വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഭൂമിയിൽ നിന്നും ലൈനിലേക്കും ലൈനിൽ നിന്നും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷിത അകലം പാലിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. അതേസമയം സൈക്കിൾ ഷെഡ് നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ലൈൻ കവചിത കേബിളാക്കി മാറ്റാൻ സ്കൂളിന്റെ അനുമതിയും ലഭിച്ചിട്ടില്ല. അതിനാൽ സ്കൂൾ മാനേജ്മെന്റും അപകടത്തിൽ ഉത്തരവാദികളാണ്. കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായവും വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ ചോദിക്കണ്ടേ? അതും ചെയ്തിട്ടില്ല. ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടില്ല. എന്നിട്ട് കവേർഡ് കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തു മാനേജ്മെൻറ്റിന്. ഒരു പോസ്റ്റ് അവിടെ ഇടണം. പക്ഷെ അതിന് അനുമതി അത്ര എളുപ്പം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ലൈൻ എടുക്കാൻ പാടില്ലല്ലോ. അതും കൂടി കണ്ടേ. രണ്ടാളും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ട്, KSM-ൻ്റെ ഭാഗത്ത് ഞാൻ വീഴ്ചയില്ല എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവർക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നില്ല. ഇനി ബാക്കിയുള്ളത് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ളത് കൂടി കൊടുക്കും. അതേസമയം മിഥുന്റെ വിയോഗം അങ്ങേയറ്റം ദുഃഖകരമാണെന്നും വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും. മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഒരു മകനെയാണ് അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടപ്പെട്ടത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദിവസമായി നടക്കുന്നത് സംഭവം അതീവ ദുഃഖകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. സ്കൂൾ മാനേജ്മെന്റ് ജനകീയ സമിതിയാണ്. അതിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണം. അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പാർട്ടി ഭരിച്ചാലും പാർട്ടി ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്. വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ മരണവിവരം അറിഞ്ഞിട്ടും തൃപ്പൂണിത്തുറയിലെ പാർട്ടി പരിപാടിയിൽ സൂംബ നൃത്തം ചെയ്ത് മന്ത്രി ജെ ചിഞ്ചുറാണി വിവാദത്തിലായി. സ്വന്തം ജില്ലയിൽ ഒരു കുട്ടിക്ക് ദാരുണ മരണം സംഭവിച്ചിട്ടും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും സൂംബ നൃത്തത്തിന്റെ ഭാഗമാവുകയും ചെയ്തതാണ് വിവാദമായത്. കുട്ടിയുടെ മരണത്തെ ലഘൂകരിച്ചുകൊണ്ട് മന്ത്രി നടത്തിയ പ്രസ്താവനകളും വിവാദമായിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് മന്ത്രി മൊഴി നൽകിയത്. DIG തോംസൺ ജോസ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തി. പലതവണ വിളിച്ചിട്ടും ADGP ഫോൺ എടുത്തില്ല എന്നും മന്ത്രി മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വസതിയിലെത്തിയാണ് മന്ത്രി K രാജന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇത് 3ാം തവണയാണ് മന്ത്രി K രാജൻ ഗൂഢാലോചന സംശയമുള്ളതായി മൊഴി നൽകുന്നത്. തൃശൂർ പൂരം നടത്തിപ്പിന്റെ ചുമതല ഔദ്യോഗികമായി നൽകി സർക്കാർ നിയോഗിച്ച മന്ത്രി കൂടിയാണ് K രാജൻ. പൂരത്തിന്റെ ദിവസം രാവിലെ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ ഔദ്യോഗിക ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെ താൻ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുമെന്ന് ADGP ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് പൂരം കലങ്ങിയ സമയത്ത് നിരവധി തവണ MR അജിത് കുമാറിനെ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. തന്റെ ഫോണിലേക്ക് ADGP തിരിച്ചു വിളിച്ചതുമില്ല എന്നാണ് മന്ത്രി K രാജൻ മൊഴി നൽകിയത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ADGP സ്വകാര്യ യാത്ര പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഗൂഢാലോചന സംശയിക്കുന്നതായാണ് മന്ത്രിയുടെ മൊഴി. ആർക്ക് നേരെയും വിരൽ ചൂണ്ടിയിട്ടില്ല എങ്കിലും പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് മന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തലവനും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ DIG തോംസൺ ജോസാണ് മൊഴി രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വീഴ്ച പറ്റിയെന്ന DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടുത്ത 4 ദിവസം വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വരുന്ന 5 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും നാളെ അവധിയാണ്. തെക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം കാരണം വരുന്ന 4 ദിവസവും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ്
കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളായ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മലപ്പുറം ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും പാലക്കാട്, മലപ്പുറം ജില്ലയിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ മലയോര മേഖലകളിലെ യാത്രയ്ക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് മേൽപ്പറമ്പിൽ കൂറ്റൻ പാറ വീടിന് മുകളിലേക്ക് വീണ് വീട് തകർന്നു. മേൽപ്പറമ്പ് നടക്കാലിലെ മിത്തേഷിന്റെ വീടിന് മുകളിലേക്കാണ് പാറ പതിച്ചത്. സംഭവസമയം വീട്ടുകാർ ക്ഷേത്രത്തിൽ പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ കിടപ്പുമുറിയുടെ ഭാഗത്തേക്കാണ് പാറ വീണത്. വീടിന് സമീപത്തുള്ള പറമ്പിലെ പാറ അപകടത്തിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. സ്ഥലത്തെത്തിയ അധികൃതരെ കുടുംബം പ്രതിഷേധം അറിയിച്ചു. പണിതിട്ടും പണി തീരാത്ത തൃശൂർ പുള്ളിലെ ആശ്വാസ കേന്ദ്രം. മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ നിന്നും രക്ഷ നേടാൻ പുള്ള് ആലപ്പാട് പ്രദേശവാസികളെ പാർപ്പിച്ചിരുന്ന ആശ്വാസ കേന്ദ്രം ഇന്നൊരു പണിതീരാ കെട്ടിടമായി തുടരുകയാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ച് പണിത ഇരുനില കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും നായ്ക്കളുടെയും താവളമാണ്. ടോപ്പ് സ്പെഷ്യൽ കാണാം. 25 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്ന ആശ്വാസ കേന്ദ്രം ചോർന്നൊലിച്ച ശോചനീയാവസ്ഥയിലായതോടെയാണ് പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചിലവഴിച്ചാണ് ഇരുനില കെട്ടിടം പണിതത്. വാതിലുകളും തേപ്പും ശുചിമുറികളുടെ പണികളും ഫ്ലോറിംഗും പ്ലംബിംഗും വൈദ്യുതീകരണവും കോണികളുടെ കൈവരിപ്പണികളും ബാക്കിയുണ്ട്. മഴക്കാലങ്ങളിൽ വെള്ളം കയറുന്ന വീടുകളിലെ കുടുംബങ്ങളെ സംരക്ഷിക്കാനും കല്യാണം ഉൾപ്പെടെയുള്ള പൊതുചടങ്ങുകൾ നാട്ടുകാർക്കായി നടത്താനും വേണ്ടിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ വെള്ളം കയറിയാൽ കുടുംബങ്ങൾ അഭയം തേടുന്നത് സമീപത്തെ സ്കൂളിലെ ക്യാമ്പുകളിലാണ്. ഈ ആശ്വാസം എന്ന് പറഞ്ഞാൽ പുള്ളിൻ്റെ 4 പുറ വെള്ളത്താൽ ചുറ്റുപറ്റൊക്കെ ഇതായിരുന്നു ഗ്രാമം. അവിടെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് പണ്ട് കാലത്ത്. കാരണം എന്താവശ്യം വന്നാലും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അന്ന് റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഒരു 3-4 കൊല്ലമായിട്ട് അത് കേടായി പുതിയത് പണിയാൻ വേണ്ടി പൊളിച്ചിട്ടുള്ളതാണ്. ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കയറി കിടക്കാൻ സ്ഥലമില്ല. ഇപ്പോൾ വെള്ളം കയറ്റം ഉണ്ടായി. 8 വീട്ടുകാർ സ്കൂളിലാണ് താമസിച്ച്. ബാക്കി 10-20 വീട്ടുകാർക്ക് സ്ഥല സൗകര്യം പോരാത്തതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് പോകുന്നില്ല. പുതിയ കെട്ടിടം കാടുമൂടിയ അവസ്ഥയിലായിരിക്കുകയാണ്. കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെയും നായ്ക്കളുടെയും വിളയാട്ടമാണ്. ഈ പുള്ള് ആശ്വാസ കേന്ദ്രം ഇന്ന് പുള്ളിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസവും നൽകുന്നില്ല എന്നതാണ് സത്യം. ഈ ആശ്വാസ കേന്ദ്രത്തിൻ്റെ പണി തീരാതെ ഒരു പ്രേതാലയമായി ഇവിടെ സ്ഥിതി ചെയ്യുകയാണ്. അടിക്കടി വെള്ളം കയറുന്ന ഈ പുള്ള് പ്രദേശത്ത് പെട്ടെന്ന് വെള്ളം കയറുന്ന സമയത്ത് ആശ്വാസ കേന്ദ്രത്തിലേക്ക് ജനങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഗീതാ ഗോപി MLA ആയിരുന്ന കാലത്താണ് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ തറയും തൂണുകളും പണിത് കരാറുകാരൻ ഉപേക്ഷിച്ചു പോയി. 6 വർഷത്തിനുള്ളിൽ 2 തവണ പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചു പോയ കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പിരിച്ചുവിട്ടു. മരാമത്ത് വകുപ്പ് വീണ്ടും ടെൻഡർ വിളിച്ചെങ്കിലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. നിലവിൽ കെട്ടിടം കാടുകയറി നശിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ടെൻഡർ പൂർത്തിയാക്കി കെട്ടിടം പണിത പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ആശ്വാസ കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാകാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. വിഷയത്തിൽ റവന്യൂ മന്ത്രിയും കളക്ടറും ഉടൻ ഇടപെടണമെന്നാണ് നിലവിലെ MLA CC മുകുന്ദൻ പറയുന്നത്. ആവശ്യമായ തുക MLA ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്നും ഉടൻ നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രവർത്തനമായിട്ട് മുന്നോട്ട്. അതിൻ്റെ നടപടി സ്വീകരിച്ചോളാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ആ പണി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ 30 ലക്ഷമല്ല, അതുമായി ബന്ധപ്പെടുന്ന എൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം കാശ് കൊടുക്കാൻ തയ്യാറാണ്. അടിയന്തരമായി ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായ നടപടി ഞാൻ ആലോചിച്ചത് കളക്ടറും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും കൂടി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതാണ് എനിക്കിപ്പോൾ ഈ നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് ഇത്ര ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഏത് സമയത്തും ഇവിടെ വെള്ളം തടിച്ചുകൂടി ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ സമയത്താണ് എല്ലാവരും പുള്ളിലുള്ള ഏകദേശം ഒരു 15% ആൾക്കാരും കയറി കിടന്നിരുന്നത് ഇവിടെയാണ്. ഈ 4 കൊല്ലത്തിനുള്ളിൽ 2-3 പ്രാവശ്യം വെള്ളം കയറി. ഇതൊന്നും എന്നിട്ട് സ്കൂളിലാണ് താമസിക്കുന്നത്. സ്കൂൾ മുടക്കിയിട്ട് താമസിക്കുന്നത്.
ഇപ്പോൾ അതേ ഇപ്പോഴും വെള്ളം കയറി, ഇപ്പോഴും സ്കൂളിൽ തന്നെ താമസം. ഇതന്നെ സ്ഥിരം പരിപാടി. അയാൾ ഇട്ട് പോയി എന്നാൽ MLAയും പഞ്ചായത്തൊന്നും ഇത് ശ്രദ്ധിക്കുന്നുമില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ നൽകും. ഹരീഷ്, ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്തെങ്കിലും അടിയന്തര ആവശ്യം വന്നാൽ കയറി താമസിക്കാൻ ഒരിടം. അതില്ലാതാകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത്. എന്തെങ്കിലും തരത്തിൽ ഇതിനെ പരിഹരിക്കാൻ കഴിയുമോ? ഈ MLA ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഇനി അതിവേഗം പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? ഈ പുള്ളിലുള്ള ആശ്വാസ കേന്ദ്രം അത് ആളുകൾക്ക് വെള്ളം കയറുമ്പോൾ അഭയം പ്രാപിക്കാൻ വേണ്ടിയാണ് വരും വർഷങ്ങളിലെല്ലാം ഉപയോഗിച്ചു വന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു കെട്ടിടം അത് ഇടിഞ്ഞ് വീഴാറായുള്ള സാഹചര്യത്തിലാണ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അത് പണിത് ഇരുനില കെട്ടിടമാക്കി മാറ്റാനുള്ള ശ്രമത്തിലേക്ക് പോയത്. ഏകദേശം 2 കോടി രൂപയാണ് ഇതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചിലവഴിച്ചത്. പക്ഷേ ഇപ്പോഴും പണി തീരാതെ ആ ഒരു കെട്ടിടം കിടന്ന് നശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു പുള്ളിൽ പോയാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇരുനില കെട്ടിടമാണ്. ചെറിയ പണികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വാതിലുകളുടെയും ജനങ്ങളുടെയും പ്ലംബിംഗ് പണി അടക്കമുള്ള പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു കരാറ് എടുത്ത ആ ഒരു കരാറുകാരൻ ഇപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ്. അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അയാളെ ഒഴിവാക്കുകയാണ് ചെയ്തത് ഈ ഒരു കരാറിൽ നിന്നും. പക്ഷേ കരാറുകാരൻ പറയുന്നത് അയാൾക്ക് വേണ്ട തുക ലഭിച്ചില്ല എന്നാണ്. പക്ഷേ നാട്ടുകാരും അതുപോലെ തന്നെ MLA അടക്കം പറയുന്നത് തുക കൊടുത്തിരുന്നു, ഇയാളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അയാളെ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്, ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് ഈ MLA അടക്കം ഇടപെട്ട് എന്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഇത് തുറന്നു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാരും പ്രധാനമായി ഉന്നയിക്കുന്നത്. എത്രയും വേഗം ഇത് തുറന്ന് ഈ ഒരു വെള്ളം കയറുന്ന ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് അഭയം നൽകാനുള്ള ഒരു ക്യാമ്പാക്കി ഇത് മാറ്റണമെന്നുള്ള ഒരു ആവശ്യം അത് ശക്തമാവുകയാണ്. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകി. നിമിഷപ്രിയ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് അറിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിനിടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹോദരന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് ഏറെ ശുഭപ്രതീക്ഷ നൽകിയ വാർത്തയായിരുന്നു. ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ഇടപെടലിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇടപെടലിനെക്കുറിച്ച് അറിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മോചനത്തിനായി കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. As far as the role of the entity that you mentioned, I have no information to share on this account. This is a very sensitive matter and the Government of India has been offering all possible assistance in the case. We have provided legal assistance and also appointed a lawyer to assist the family. We have also arranged for regular consular visits by a family, and we are also in touch with local authorities as also the family members to resolve this. എന്നാൽ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാധനം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ ആവർത്തിച്ചു. മോചന ഇടപെടലുകൾക്ക് തിരിച്ചടിയാണ് തലാലിന്റെ സഹോദരന്റെ നിലപാട്. സഹോദരനെ അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. കുടുംബത്തിൽ തന്നെ 2 അഭിപ്രായമാണെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് RJD ദേശീയ കൗൺസിൽ അംഗം സലീം മടവൂർ DGP റവാഡ ചന്ദ്രശേഖറിന് പരാതി നൽകി. ന്യൂസ് ഡെസ്ക് അമൃത TV. വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററുകളിലെത്തി. തൃശൂർ രാഗം തിയേറ്ററിൽ ആദ്യ ഷോ കാണാൻ സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു. ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന സിനിമയാണിതെന്ന് അഭിമാനത്തോടെ പറയാമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. രാവിലെ 10:30 തിയേറ്ററിലെത്തിയ സുരേഷ് ഗോപി മുഴുവൻ സിനിമയും കണ്ടതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചു. ആ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. തലമുറകൾക്ക് ബോധ്യം പകർന്നു നൽകാൻ ഈ സിനിമ ഉതകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള ബോധ്യമാണ്, ആത്മവിശ്വാസമാണ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന ഈ സിനിമ കണ്ടപ്പോൾ അനുഭവമായതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇതങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു സിനിമയാണെന്നത് അഭിമാനത്തോടെ ഞാനത് പ്രിവ്യൂ കണ്ടതാണ്. പക്ഷേ പ്രിവ്യൂ കണ്ട് ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ അവലോകനം നടത്തി. ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാനത് സ്വീകരിച്ചു. പ്രദർശനത്തിനു ശേഷം അണിയറ പ്രവർത്തകരും സുരേഷ് ഗോപിയും ചേർന്ന കേക്ക് മുറിച്ച ആഹ്ലാദം പങ്കുവച്ചു. രാഗം തിയേറ്ററിന്റെ പ്രൊപ്പറൈറ്ററും നിർമ്മാതാവുമായ സുനിലും ചടങ്ങിൽ പങ്കുചേർന്നു. അമൃത ന്യൂസ്, തൃശൂർ.
സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തു. തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസിന്റെ പരാതിയിലാണ് നടപടി. 1,90,00,000 രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന പുതിയ ചിത്രത്തിൽ പങ്കാളിയാക്കാമെന്ന കരാറിലാണ് പണം നൽകിയത്. എന്നാൽ പിന്നീട് മറ്റൊരു സ്ഥാപനത്തിന് ചിത്രത്തിന്റെ വിതരണാവകാശം അടക്കം നൽകിയെന്നും അങ്ങനെയാണ് നഷ്ടമുണ്ടായതെന്നും പരാതിയിൽ പറയുന്നു. മഹാവീര്യർ എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പരാതിക്കാരനായ ഷംനാസ്. ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 90,00,000 രൂപയിലധികം കിട്ടാനുണ്ടെന്നും ഷംനാസിന്റെ അവകാശവാദമുണ്ട്. വൈക്കം കോടതിയിലാണ് ഷംനാസ് പരാതി നൽകിയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തത്. നിവിൻ പോളിയെ 1-ാം പ്രതിയാക്കിയും എബ്രിഡ് ഷൈനെ 2-ാം പ്രതിയാക്കിയുമാണ് കേസ്. അതേസമയം വഞ്ചനാ കേസിൽ പ്രതികരണവുമായി നിവിൻ പോളി രംഗത്തെത്തി. കോടതി നിർദ്ദേശങ്ങളെ മാനിക്കാതെയും വസ്തുതകളെ വളച്ചൊടിച്ചുമാണ് പുതിയ കേസെടുത്തിരിക്കുന്നതെന്ന് നിവിൻ പോളി ഫേസ്ബുക്കിൽ കുറിച്ചു. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സത്യം വിജയിക്കുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. ജപ്പാൻ ഓപ്പണിൽ നിന്നും ഇന്ത്യൻ പുരുഷ ഡബിൾസ് താരങ്ങളായ സാത്വിക് ചിരാഗ് സഖ്യം പുറത്ത്. 2-ാം റൗണ്ടിൽ ചൈനീസ് താരങ്ങളായ ലിയാങ് വാങ് സെൻ സഖ്യമാണ് നേരിട്ടുള്ള സെറ്റുകൾക്ക് ഇന്ത്യൻ താരങ്ങളെ പരാജയപ്പെടുത്തിയത്. സ്കോർ 22-24, 14-21. ചൈനീസ് താരങ്ങളോട് സാത്വിക് ചിരാഗ് സഖ്യം തോൽക്കുന്നത് ഇത് 4-ാം തവണയാണ്. പക്ഷിപ്പനിക്കെതിരെ മൃഗസംരക്ഷണ വകുപ്പ് ജൈവ സുരക്ഷ പ്രഖ്യാപിച്ചെങ്കിലും രോഗപ്രതിരോധത്തിന് വാക്സിനേഷൻ അനുവദിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിന് മാത്രം പരിഹാരമുണ്ടായില്ല. പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാര തുക ഇനിയും ലഭിക്കാനിരിക്കെയാണ് പുതിയ സീസൺ മുന്നിൽ കണ്ട് കൃഷി ആരംഭിച്ച കർഷകരോട് മൃഗസംരക്ഷണ വകുപ്പിന്റെ അവഗണന. പക്ഷിപ്പനി പ്രതിരോധത്തിനുള്ള വാക്സിൻ കണ്ടെത്താൻ സർക്കാരും മൃഗസംരക്ഷണ വകുപ്പും തയ്യാറാകാത്തതിൽ പ്രതിഷേധത്തിലാണ് ആലപ്പുഴയിലെ താറാവ് കർഷകർ. പക്ഷിപ്പനി കാരണം കഴിഞ്ഞ വർഷം പക്ഷികളുടെ വളർത്തലിലും വിൽപ്പനയ്ക്കുമുണ്ടായ നിരോധനം മുട്ട ഇറച്ചി ഉൽപ്പാദനത്തെയും ഇവരുടെ ഉപജീവനത്തെയും ബാധിച്ചിരുന്നു. കടക്കണിയിലായ കർഷകർക്ക് കഴിഞ്ഞ സീസണിൽ കള്ളിങ് നടത്തിയ പക്ഷികളുടെ നഷ്ടപരിഹാരം പോലും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ജില്ലയിലെ താറാവ് കർഷകരുടെ പക്ഷിപ്പനി ആശങ്ക. പക്ഷിപ്പനി വിമുക്ത സംസ്ഥാനമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ സീസൺ ലക്ഷ്യമിട്ട് താറാവ് കൃഷിയിൽ സജീവമായ 100 കണക്കിന് കർഷകരാണ് ജില്ലയിലുള്ളത്. എന്നാൽ ഇപ്പോൾ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാൻ മതിയായ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് കർഷകരെ ഭീതിയിലാക്കുന്നത്. കള്ളിങ്ങിന്റെ പേരിൽ കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരത്തിൽ 12% സർക്കാരിൽ നിന്ന് ലഭിക്കാനിരിക്കെ പുതിയതായി ആരംഭിച്ച കൃഷിയും പക്ഷിപ്പനിയുടെ പിടിയിലമരുമോ എന്ന ആശങ്കയിലാണ് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ താറാവ് കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇടുക്കി പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ 45 ദിവസത്തിനകം നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ. 10 സെന്റിൽ താഴെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് നിലവിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. പീരുമേട് പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റമുണ്ട് എന്ന് കണ്ടെത്തിയ മഞ്ചുമല വില്ലേജിലെ 441, പീരുമേട് വില്ലേജിലെ 534 എന്നീ സർവേ നമ്പറുകളിലുള്ള ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. 2100 തണ്ടപ്പേരുകളിലാണ് ഇവിടെ ഭൂമി കൈവശം വച്ചിരിക്കുന്നത്. ഇതിൽ 645 എണ്ണം 10 സെന്റിൽ താഴെയുള്ളതാണ്. ഇവർക്ക് മറ്റൊരിടത്തും ഭൂമിയില്ലെങ്കിൽ കൈവശ ഭൂമിയിൽ പട്ടയം നൽകാൻ പറ്റുന്നതാണെങ്കിൽ അനുവദിക്കും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഭൂമി നൽകും. 25 പേരുടെ കൈവശം 5 ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് പട്ടയമുണ്ട്. സാധാരണഗതിയിൽ 4 ഏക്കറിൽ കൂടുതൽ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകാറില്ല. ഇവർക്ക് കൂടുതൽ ഭൂമി എങ്ങനെ ലഭിച്ചു എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകൾ നിയമപരമല്ല എങ്കിൽ നടപടിയെടുക്കാൻ പീരുമേട് തഹസീൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. ഇതിന് ആദ്യഘട്ട നോട്ടീസ് നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം KLC ആക്ട് പ്രകാരം ബാക്കി നോട്ടീസുകൾ നൽകി ഹിയറിംഗ് നടത്തിയ ശേഷം പട്ടയം റദ്ദാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. 10 സെന്റിനും 5 ഏക്കറിനും ഇടയിൽ ഭൂമി കൈവശമുള്ള 1475 പേരുടെ രേഖകൾ പരിശോധിച്ച ശേഷം സർവേ നടത്തും. 6 മാസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 1.5 വയസ്സുകാരി വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ ദുബായിൽ നടന്നു. ദുബായ് ജബൽ അലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. പിതാവ് നിതീഷ്, വിഭജികയുടെ അമ്മ ശൈലജ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 8-ാം തീയതിയാണ് ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ HR മാനേജരായ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയെയും മകൾ 1.5 വയസ്സുകാരി വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയതിനു ശേഷം വിഭജിക തൂങ്ങി മരിക്കുകയായിരുന്നു.
ഭർത്താവുമായുള്ള അകൽച്ചയും കുടുംബ പ്രശ്നങ്ങളുമാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളെന്ന് സൂചിപ്പിക്കുന്ന വിഭജികയുടെ കുറിപ്പുകളും പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. വിഭജികയുടെയും മകളുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ സംസ്കരിക്കാൻ കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ട് വിഭജികയുടെ അമ്മ ശൈലജയും സഹോദരനും ഷാർജയിലെത്തിയിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം UAE-യിൽ തന്നെ സംസ്കരിക്കണമെന്ന നിലപാടിൽ പിതാവ് നിതീഷ് ഉറച്ചുനിന്നു. തർക്ക പരിഹാരത്തിനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ടു. പക്ഷേ UAE-യിലെ നിയമമനുസരിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുവാനുള്ള അവകാശം പിതാവെന്ന നിലയിൽ നിതീഷിൻ്റെതായതിനാൽ ഒടുവിൽ വിഭജികയുടെ കുടുംബവും ഇതിനോട് യോജിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് മത്സരത്തിനില്ല എന്നായിരുന്നു വിഭജികയുടെ അമ്മയുടെയും സഹോദരന്റെയും പ്രതികരണം. അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ചു. അതായത് വിഭജികയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞേക്കുന്നത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ദുബായിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിൽ 1.5 വയസ്സുകാരി വൈഭവിയുടെ സംസ്കാരം നടന്നു. പിതാവ് നിതീഷും വിഭജികയുടെ അമ്മ ശൈലജയും സഹോദരനും അടക്കമുള്ള ബന്ധുക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ വിഭജികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്.